എല്ലാ പ്രിയപ്പെട്ട മലയാളികളെ നമസ്കാരം. ഒരുപാട് ആൾക്കാർ എന്തൊക്കെ കമന്റ് ചെയ്തു, എന്തൊക്കെ മെസ്സേജ് ചെയ്തു, കള്ളാന്നൊക്കെ അടക്കം വിളിച്ചു. ഒരു വീഡിയോ വേണം നോക്കിക്കോളി. അതുകൊണ്ട് ഡി എൻ എ റിപ്പോർട്ട് വിടുക. അങ്ങനെ പറഞ്ഞിരുന്നു ഞാനുള്ളത് ഗൾഫിലാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അനക്ക് അതിൻ്റെ ഒരു PDF അയച്ചിരുന്നു. പക്ഷെ ഒറിജിനൽ അനക്ക് എൻ്റെ കയ്യിലോട്ട് ഒറിജിനലിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിലോട്ട് അയച്ചു തന്നു. ഇത് കാണിച്ച് ആകുമ്പോഴത്തേക്കും നമ്മളെ പ്രേക്ഷകർക്ക് വിശ്വാസം വരോ ഇല്ലേ എനിക്കറിയില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇനി മേഡിന് മുമ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു. അയാൾ ഒരു ചലച്ചിത്രം കൂടി, ബസ് കണ്ടക്ടർ ആയിട്ടുള്ള ഒരു ചലച്ചിത്രം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഒരുപാട് ആൾക്കാർ ഏത് വീഡിയോ ഇടുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഡിനേഴ്സിറ്റി എവിടെ ഒരു കറ്റ പോലെയാണ്. ഇന്നലെ മമ്മൂട്ടിൻ്റെ വീഡിയോ ഇടുമ്പോഴത്തേക്കും മമ്മൂട്ടിയെ ഡിനേഴ്സിറ്റി ആയെന്ന് ചോദിച്ച ആൾക്കാരാണ്. എന്ത് ചെയ്യാനാ, പറഞ്ഞ കാര്യമില്ല. ഓരോ ആൾക്കാർക്ക് ഓരോ കാര്യത്തിൽ നമ്മൾ നേരത്തെ കണ്ടാലും ചിലപ്പോൾ വിശ്വാസം വരില്ല. പക്ഷെ ഈ വീഡിയോ ഇപ്പം ഞാൻ തുറന്നിട്ട് കാണിച്ചാലും ചില ആൾക്കാർക്ക് വിശ്വാസം വരുന്നില്ല. ഇങ്ങനെ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരു സ്ത്രീ, പേരെന്തൊരു ഓർക്കുന്നില്ല, നല്ല കമൻസ് ഇടുന്നുള്ളൂ. പിന്നെ ഒരുപാട് ആൾക്കാർ നല്ല കമൻസ് ഇടുന്ന ആൾക്കാരുള്ളൂ. ഒരുപാട് മുരളീചേട്ടന് ഈ സ്നേഹിക്കുന്ന ആൾക്കാരും ഈ സത്യാവസ്ഥ അറിയുന്ന ആൾക്കാരൊക്കെ നല്ല കമൻറ്റ് ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ചില ആൾക്കാർ മാത്രം അതെന്താണോ മുരളീചേട്ടനെ പോലെ അറിയില്ല, മുരളീചേട്ടന് തള്ളാന്ന് പറഞ്ഞ് മുരളീചേട്ടന് തള്ളാന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നോ, മിന്നൽ നിച്ചു ഇടുന്നത് ഒരു ഫേക്കാന്ന് വെച്ച് മുരളീചേട്ടനായിട്ട് എന്നാ ഇങ്ങനെ സംഭവിക്കില്ലേ? അതിൻ്റെ ആവശ്യമൊന്നും വരില്ല. അത് ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ നമ്മൾ ഏത് വീഡിയോ ഇടുമ്പോഴത്തേക്കും ഒരു ചോദ്യമുണ്ട്, ഡിഎൻഎ എന്തായി, ഇതിൻ്റെ പോസിറ്റീവ് അത് കാണിക്കാത്തതെന്നൊക്കെ പറഞ്ഞു. പിന്നെ നെഗറ്റീവ് ആയാലും വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നത്. ഇപ്പം പോസിറ്റീവ് ആയതുകൊണ്ട് എല്ലാവരും വായി അടഞ്ഞ്, അത് വേറെ കാര്യം. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഇല്ലാത്ത ആൾക്കാർ, ചിലപ്പോൾ അവർക്ക് സബ്സ്ക്രൈബ് പോലും ഇല്ലാത്ത ആൾക്കാർ, ഒരു ലോക്കൽസ് എല്ലാം ചോദിക്കുന്നുണ്ട്. എന്ത് ലോക്കൽസ് നേരത്തെ പറഞ്ഞതല്ല കേട്ടാ. ഒരുപാട് ഈ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ വീഡിയോ ഒരുപാട് കാണുന്നത്, അത് വേറെ കാര്യം. അങ്ങനെ ഒരു റീച്ചൊന്നും ഇല്ലാത്ത ആൾക്കാർ, പണ്ടോ കാണാത്ത ആൾക്കാർ, അത് ഫേക്കാണ്, അത് മറിച്ചാണ്, ഒരു ഫിത്തിനെയും ഒരു ബസാദും അങ്ങനെ അയച്ചു പോകുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. എനിക്ക് വലിയ താല്പര്യമുള്ളതൊന്നുമല്ല, ഇത് കാണിക്കാൻ വേണ്ടി വലിയ താല്പര്യമുള്ളതൊന്നുമല്ല. ഇതെൻ്റെ വിഷയമല്ല, അതായത് എൻ്റെ DNA ഇഷ്ടമല്ല. എനിക്ക് DNA ആവശ്യമൊന്നും വന്നിട്ടില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് ഈ മുരളിയുടെ തരത്തി പറയുന്നൊന്നുമല്ല. എന്നാലും ഒരു ആൾക്കാർ ഒരു വർത്താനം കേൾക്കുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കള്ള എന്നുള്ളൊരു ബലി പോലും ആൾക്കാർ ഉച്ചയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർ ഡാനിയലിൻ്റെ അടുത്ത് പറഞ്ഞത്, അനക്കൊന്ന് അയച്ചു തരണം, ഇതൊന്നും അൺബോക്സ് ചെയ്ത് അവന്മാർക്ക് കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അയാൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഇന്ന് രാവിലെ പാർസലായിട്ട് എനിക്കിത് വന്നു, ഞാൻ മേടിച്ചു. അതുപോലെ തന്നെ സമയം കിട്ടുമ്പോഴത്തേക്ക് വീഡിയോ വയ്ക്കുന്നു. ഇത് കഴിച്ച് ഒരു സമയം വെക്കണമല്ലോ, അല്ല നമ്മൾ ഡ്യൂട്ടി സമയത്തൊക്കെ ഇത് വീഡിയോ ഈ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഒരു വീഡിയോ കിട്ടി 10 രൂപ പൈസ കിട്ടിയൊന്നും വേണ്ട നമ്മൾ കുടുംബം കഴിയാനൊക്കെ, അത് വേണ്ട. പൂർവികര് കോടിക്കണക്കിന് ഉണ്ടാക്കി വെച്ചുള്ളൂ. അത് 12 തലമുറ കഴിഞ്ഞാലും തീരാത്തത്ര ആസ്തിയുണ്ട് സുൽത്താൻ വീട്ടിൽ നിസാറിന്, അത് വേറെ കാര്യം. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കള്ളത്തരം പോലെ ഒരു റീച്ച് ആവാൻ വേണ്ടി പറയുന്നു. ഈ യൂട്യൂബിലൊക്കെ റീച്ചാക്കി എന്ത് കിട്ടേണ്ടതാ? 2 സിനിമ പ്രൊഡ്യൂസ് ചെയ്തൊരു വ്യക്തിയെ ഞാൻ അതിന് പൊട്ടിച്ചുണ്ടോ, അത് വേറെ കാര്യം. 90 മുതൽ ദൃക്സാക്കി എന്നിൻ്റെ ഒരു പ്രൊഡ്യൂസറാണ് ഞാൻ. വേറെ എൻ്റെ കണ്ണത്ത് ചെലവിനെ ചിത്താറ, മുങ്കാറുമല, അതിനൊക്കെ പൊടിച്ച് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരിലൊക്കെ ഉണ്ടല്ലേ ഒരുമാതിരി മറ്റത്തെ വർത്താന്ന് പറയുന്നത്. അന്നാ ഇത് ഞാൻ നിങ്ങളെല്ലാവരും അനുവാദത്തോടെ ഇത് പൊട്ടിക്കാൻ പോവാണ്.